അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് അടിപൊളി പുഡിങ്ങാണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. 3 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നന്നായി തണുത്തതിൻ്റെ ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിൽ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാനിലേക്ക് 300 പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പാലും ചേർത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. വെള്ളത്തിന് പകരം വെറും പാല് വേണമെങ്കിൽ ചേർക്കാം, അങ്ങനെയും ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് കൂട്ടും കുറക്കുക ചെയ്യാം, എത്ര വേണ്ടിയത് ഞാൻ അതിൻ്റെ അളവൊന്നും പറയുന്നു. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അത് ഞാനൊരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നത്. ഈ ചൈന ഗ്രാസ് കത്രിക കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് പൊടിച്ചെടുത്ത് കണ്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചാണ് നല്ലത്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മെൽറ്റ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും ഒരേ ചൂടായി നിൽക്കണം, അപ്പോഴാണിത് ഒന്നുകൂടി സൂപ്പറായിട്ട് കിട്ടുള്ളൂ. അവിടെയും ഇവിടെയും കട്ടയായി ഇല്ലാതെക്കണമെങ്കിൽ ഒരേ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് രണ്ടും ഒരേപോലെ തന്നെ യോജിച്ച് വരണം. ഇത് നമുക്ക് തണുത്ത ശേഷം നമുക്ക് ഹലുവമാർക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല അടിപൊളി കിഡു ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പാലും ക്യാരറ്റും ചൈന ഗ്രാസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം കുറച്ച് കമ്മി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ല, അളവൊന്നും പറഞ്ഞിട്ടില്ല എത്ര വേണ്ടിയത്. ചിലവർക്ക് കൂടുതൽ വേണ്ടി വരും, ചിലവർക്ക് കുറഞ്ഞ മധുരം മതിയാവും. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തിട്ടില്ല, ചൂടോടുക്കാൻ തന്നെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ 3 ബൗളിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ചതുരോ റൗണ്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും ഒന്നിച്ച് വേണമെങ്കിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഞാൻ അടുത്തത് ഒരു പാൻ വെച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക തന്നെയാണ് ചെയ്യണത്. ഇതിൽ വെറും പാൽ തന്നെയുള്ളൂ ഞാൻ ചേർക്കണത്. ഇതിന് പകരം ഇളനീർ വേണമെങ്കിലും ചേർക്കാം, നാളികേരത്തിൻ്റെ പാലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 500 പാലാണ് ഞാൻ ചേർക്കണത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല. ചൈന ഗ്രാസ് ഉരുക്കിയാണ്ട് ഇത് പാല് ചൂടായ സമയത്ത് തന്നെ ഞാനിത് ചൈന ഗ്രാസ് ഉരുക്കിയാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനും പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, പാലാണെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാനിത് അധികം കാണിക്കാത്തത്. ക്യാരറ്റിൻ്റെ ഇത് ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് മറ്റേ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം രണ്ടും ഒപ്പം ഒഴിച്ചു കൊടുത്താൽ ഒന്ന് തണുത്തിട്ടേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടും യോജിച്ച് കാണ്ട് ഒരേപോലെ തന്നെ ആയി കിട്ടും. ഇനി ഇതൊന്ന് തണുത്ത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ ലെയറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഞാൻ 3 ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇനി അതേ പാൻ തന്നെ ഇനി അടുത്തത് പാല് ഞാൻ വെച്ച് ഇതിലും വെള്ളം ചേർക്കണില്ല, ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഞാൻ ചൈന ഗ്രാസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് പിസ്ത കളറാണ് ഞാൻ ചേർത്തിട്ട് 4 തുള്ളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. കളറില്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കളർ എത്ര വേണ്ടിയത് അതിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും നമുക്ക് 3 ചേരുവകൾ മാത്രം മതി. ബാക്കിയൊക്കെ ചെറുതായിട്ടുള്ള ചേരുവകളാണല്ലോ. കളർ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഭംഗിക്കും വേണ്ടിയിട്ടാണ് കളറുകളൊക്കെ ചേർക്കുന്നത്. പുഡിങ് ആകുമ്പോൾ കുറച്ച് മധുരങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ്. ഷുഗറില്ലവർക്കൊക്കെ കമ്മിയാക്കണമെങ്കിൽ കമ്മിയാക്കാന്നുള്ളൂ. ഞാൻ കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് പാലൊക്കെ തണുത്തതിൻ്റെ ശേഷം അതിൻ്റെ മീതെ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോട് കൂടി വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. അടിയത്ത് തണുത്ത് നിൽക്കും വേണം, അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാലും ഒക്കെ ഒരേപോലെ തന്നെ നമ്മൾ ഈ 2-3 ലെയർ ഒഴിച്ചതൊക്കെ ഒരേപോലെ തന്നെ ആയി കിട്ടും. അപ്പം ഇങ്ങനെ പാർന്നു കൊടുക്കണ സമയത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെക്കണമെങ്കിൽ ഒന്ന് തണുക്കണം.
ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഇതിന് അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം. ബൈ.